എന്തായാലും ഇവളുടെ ഫോൺ കേടായ അന്ന് തന്നെ ഡോക്ടറുടെ ഫോൺ കേടായത് നന്നായി. അല്ല, ഇത്തിരി താമസിച്ചാലും ഇവളെ ഇങ്ങ് എത്തിക്കാൻ പറ്റിയല്ലോ. അതിന് എന്റെ ഫോണല്ല മുത്തശ്ശി കേടായത്, എന്റെ മമ്മിയുടെയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. മളു ബൈ. ബൈ. ദേശ്വരി, നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കൊച്ചന്റെ കൂടെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ചുറ്റിയടിക്കാൻ വിടുന്നതേ അത്ര നല്ലതല്ല. അതിനവര് ചുറ്റിക്കറങ്ങാൻ പോയതല്ലല്ലോ അമ്മേ. സംഭവിച്ചതെന്താന്ന് ജോബിന് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, പിന്നെന്താ? പറഞ്ഞതൊക്കെ ഉള്ളതോ കള്ളോ എന്ന് ആർക്കറിയാം. രണ്ടുപേരും കൂടെ നമ്മുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി വെറുതെ പറഞ്ഞാണെങ്കിലോ? അങ്ങനെയൊന്നുമല്ല അമ്മ, വെറുതെ കുട്ടികളെ സംശയിക്കണ്ട. ജോബിന് അത്രക്കാരനൊന്നുമല്ല. ഒന്നുമില്ലെങ്കിലും അയാളൊരു ഡോക്ടറല്ലേ. അതിന്റെ അന്തസ്സും മാന്യതയൊക്കെ വിട്ട് ജോബിൻ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഡോക്ടർ ആയാലും കൊള്ളാം, കണ്ടക്ടർ ആയാലും കൊള്ളാം, ആൺകുട്ടികളുടെ കാര്യമാണ്. എപ്പോഴാ എങ്ങോട്ടാ അവരുടെ മനസ്സ് ചായുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കൂട്ടുകാരിയുടെ മോനാ ഡോക്ടറാന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവസാനം സങ്കടപ്പെടാനുള്ള അവസരം ഉണ്ടാകരുത്, പറഞ്ഞേക്കാം. മാളവിക എന്ന മാളൂനെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട്. എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയൂ. ഹലോ. ഹലോ. ലേറ്റ് ആയതിന് തനിക്ക് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിചാരിച്ച് സന്തോഷിക്കണ്ട. മുത്തശ്ശി പ്രതിഷേധം രേഖപ്പെടുത്തിയതേ ഉള്ളൂ, നേരിട്ട് മുട്ടാൻ വന്നില്ല. ഭാഗ്യം. ഞാൻ കരുതി സ്പോട്ടിൽ വെച്ച് എനിക്കും വഴക്ക് കിട്ടുമെന്ന്. എന്നോടും അമ്മയോടും ഒക്കെ ചാടിക്കടിക്കാൻ വരുമെങ്കിലും ആള് പാവാ. പിന്നെ അത്യാവശ്യം ചില പിടിവാശിയും നിർബന്ധമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് ഇതുമാതിരിയുള്ള ഓൾഡ് ജനറേഷൻസിന് പൊതുവേ കാണുന്ന സിംറ്റോ. പൊതുവേ ചെറുപ്പക്കാരോട് ഒരു കണ്ണുകടിയും അസൂയ മനോഭാവവും ഒക്കെ, പ്രത്യേകിച്ചും പ്രേമിക്കുന്നവരെ കാണുമ്പോ. പ്രേമിക്കുന്നവരെ കാണുമ്പോഴോ? അതിനിപ്പോ ഇവിടെ ആരാ പ്രേമിച്ചത്? അപ്പോ ആരും പ്രേമിച്ചില്ലെന്നാണോ ഇയാൾ പറഞ്ഞു വരുന്നത്? അതെ, എനിക്കങ്ങനെ തോന്നുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തോന്നില്ലേ? എങ്കിൽ അത് കഷ്ടാവുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആവോ, എനിക്കറിയില്ല. വിവേക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കല്യാണം മനസ്സ് കണ്ടിട്ട് തന്നെയാണെന്ന് ആ ഗൗതം പറയുന്നു. നിന്റെ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുക എന്നോട്. എന്ത് പറയുന്നു? അപ്പോൾ നമുക്ക് നാളെ തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്താലോ? ആ ദേ ഗൗതം, ഇയാൾക്കിപ്പോൾ നമ്മളെക്കാൾ ആവശ്യമാണല്ലോ. ഇന്നിപ്പോൾ ഇത് എത്രാമത്തെ തവണയാണ് വിളിക്കുന്നത് അറിയോ? ഹലോ ഗൗതം. ഇല്ലില്ല, ഞങ്ങളിപ്പോൾ തൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ, ആ കാര്യം തന്നെ. പിന്നെ വിവേകിന്റെ ലീവിന്റെ കാര്യം എന്തായി? സാങ്ഷനായോ? ഇത്ര പെട്ടെന്നോ? ഓ റിയലി, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. പിന്നെന്താ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാലോ. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ.
ആയിക്കോട്ടെ, അത് വേണമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളുടെ നമ്പർ തനിക്ക് സെൻഡ് ചെയ്യാം. താൻ വിവേകിന് കൊടുത്താൽ മതി. ശരി, അപ്പോൾ വരുന്ന ഡേറ്റ് കൺഫേം ചെയ്തിട്ട് വിളിക്കുക. ഓക്കെ ഗൗതം, ഗുഡ് നൈറ്റ്. വിവേകിന് ലീവ് സാങ്ഷനായെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി ആൾ 2 മാസം ഇവിടെ ഉണ്ടാവുമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അച്ഛനും മോനും മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടി തന്നെയാണ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന്. സംഗതി അത് തന്നെ. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണമെന്ന് തന്നെയാണ് അവരുടെ പ്ലാൻ. ആ, അപ്പോൾ നിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഗൗതം. വിവേകൻ നിന്നോട് സംസാരിക്കണമെന്ന്. ഞാൻ നമ്പർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വിവേകൻ നിന്നെ വിളിക്കും കേട്ടോ. എന്നെ ആരും വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. അപ്പോ നിന്നെ എന്താ വിവേക് വിളിക്കുന്നതിന് നിനക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? പറ. അപ്പോ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എനിക്ക് അയാളോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല, അതുകൊണ്ടാണ് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ നിനക്ക് അയാളോട് സംസാരിക്കാൻ എത്ര താല്പര്യക്കുറവ്? അയാൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും നിനക്ക് കേൾക്കാലോ. ഞാൻ എന്തായാലും നമ്പർ സെൻഡ് ചെയ്യാൻ പോവാ. വിവേക് വിളിക്കുമ്പോ നീ ഫോൺ എടുത്തിരിക്കണം, മനസ്സിലായോ? എന്തിനാ വി പി അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ, അവളുടെ റിയാക്ഷൻ താനും കണ്ടതല്ലേ. അവള് മാറി വരുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ ചോദിക്കാതെ കാര്യങ്ങൾ കുറച്ച് സൗമ്യമായി പറഞ്ഞൂടെ വി പിക്ക്? ഇത്രയൊക്കെ സൗമ്യത എനിക്ക് പറ്റൂ. എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അമ്മയും മോളും അതൊന്ന് മനസ്സിലാക്കിയ കൊള്ളാം. ഹലോ. ആ, ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ അമ്മേ. കുറച്ച് കഴിയും. ഇല്ല, വേറെങ്ങും പോകുന്നില്ല. ഞാൻ വരാം. അത് സാരമില്ല, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇല്ലെന്നേ, ഹാഫ് ആൻ അവർ, അതിനുള്ളിൽ വരാം. വേറൊന്നുമില്ല, ഞാൻ വരാമേ. വരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? ആ, ഓക്കെ. വാ, പതുക്കെ. ആ, അതെ, തൻ്റെ ഈ ഇന്റേണൽ എക്സാം എന്ന് പറയാ? ഇനി 2 ദിവസം കൂടിയുണ്ട്, വെനസ്ഡേയും ഫ്രൈഡേയും. എന്തിനാ ചോദിച്ചേ? അയ്യോ, വെനസ്ഡേ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന കാര്യം നടക്കില്ല. ഫ്രൈഡേ ഒരു കൈ നോക്കാം. എന്ത് നോക്കാമെന്ന്? അല്ല, ഫ്രൈഡേ മോർണിംഗ് ഡ്യൂട്ടി എടുത്തിട്ട് ഇതുപോലെ ആഫ്റ്റർനൂൺ ഫ്രീ ആവുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞതാ മാഷേ. അതെന്തിനാ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആവുന്നേ? അതോ, അതൊരു കഴുതക്കുട്ടിക്ക് കുറച്ച് ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുക്കാന്നൊരു നേർച്ചയുണ്ട്. അതിന് പോവാനായിരുന്നു. ഇനി വല്ലതും അറിയാനുണ്ടോ? ഉണ്ടല്ലോ. ആ കഴുതക്കുട്ടിയുടെ പേര് മാളവിക എന്നാണോ? ഏയ് അല്ല. പിന്നെ? ഇത് കുറച്ചുകൂടി മൂപ്പ് കൂടിയൊരു കഴുതക്കുട്ടിയാ. ഒരു 10-65 വയസ്സ് വരും. പേര് ഇന്ദിരാമ്മ.
ഇത് വല്ലതും എന്റെ മുത്തശ്ശി അറിയണം. ഈശ്വര, പിന്നെ എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. എടോ, തൻ്റെ ഈ ഇന്ദിര മുത്തശ്ശി നമുക്കിട്ട് ശരിക്കും പാരയാവുന്ന ലക്ഷണമാണല്ലോ. ആ കാര്യത്തിൽ ഡോക്ടർക്ക് ഒരു സംശയം വേണ്ട. നമ്മുടെ കാര്യത്തിൽ എന്റെ ഏറ്റവും വലിയ പേടിയും അതാ. ആ പേടി എൻ്റെ ഡേസി ടീച്ചർക്കും ഉണ്ട്. ആ പാരയിൽ തൻ്റെ അച്ഛനും അമ്മയും വീണുപോയ എന്ത് ചെയ്യും? ആവോ, എനിക്കറിയില്ല. ഞാനും അതേക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്ന എനിക്കൊരു പിടിയുമില്ല. താൻ വിഷമിക്കണ്ട, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ താൻ പഠിത്തത്തിൽ ശ്രദ്ധിക്ക്. അതിനും പറ്റണ്ടേ? എനിക്കിപ്പോ ഏത് നേരവും ഒരാളെ കുറിച്ച് ഓർത്തിരിക്കാനല്ലേ നേരമുള്ളൂ. ഇന്റേണൽ എക്സാമിന് എന്തൊക്കെയോ എഴുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ജയിക്കുകയില്ലെന്ന് മാർക്ക് വരുമ്പോ അറിയാം. ഓഹോ, ആരെക്കുറിച്ചാ ഇത്രയ്ക്കങ്ങ് ആലോചിച്ചിരിക്കാറ്? അതൊക്കെയുണ്ട്. എനിക്കറിയാം ആ ആളാരാന്ന്. എങ്കിലൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അപ്പൂനെ കുറിച്ചല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പനെ കുറിച്ച് ഞാനിപ്പോ അങ്ങനെ ഓർക്കാറില്ലെന്നുള്ളതാ സത്യം. ചിലപ്പോ തോന്നും അതൊരു കണക്കിന് നന്നായിന്ന്. അപ്പോന്റെ കാര്യം എന്തായി തീരുന്നോർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എത്ര നാള് കള്ളം പറഞ്ഞ് അവൾക്ക് VP അങ്കിളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും? മിക്കവാറും സത്യം എന്താണെന്ന് അങ്കിൾ ഉടനെ അറിയും. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ഓർത്തിട്ട് നല്ല പേടിയുണ്ട് എനിക്ക്. പാവം അപ്പു. എടോ, ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ എനിക്ക് സത്യസന്ധമായിട്ട് മറുപടി തരുമോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാനെന്തിനാ ഡോക്ടറോട് കള്ളം പറയുന്നത്? അതല്ലടോ, ചോദ്യം അപ്പൂനെ കുറിച്ചായതുകൊണ്ട് തനിക്ക് ചിലപ്പം തുറന്നു പറയാൻ ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഒരിക്കൽ അപ്പു സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തത് വീട്ടുകാരോട് താനൊരു ട്രാൻസ്പേഴ്സൺ ആണെന്ന് അറിയിക്കാനുള്ള മെന്റൽ പ്രഷർ കൊണ്ടാണോ, അതോ തനിക്ക് വേറൊരാളുമായി വിവാഹം ഉറപ്പിച്ചതിൻ്റെ വിഷമം സഹിക്കാൻ പറ്റഞ്ഞിട്ടാണോ? എന്താ താനൊന്നും പറയാത്തെ? അപ്പൂന് രണ്ടൊരു കാരണമായിരുന്നു. പക്ഷെ അപ്പൂനെ കൂടുതൽ അലട്ടിയത് മാള് മറ്റൊരാളുടേതാകാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. ശരിയല്ലേ? എന്താ ഡോക്ടർ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചത്? ഏയ്, വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ, താനത് വിട്ടേക്ക്, നമുക്ക് പോവാം. വാ. അയ്യോ അപ്പു. അപ്പു, ഒരു മിനിറ്റ്. ഹലോ, എന്തേലും പറ്റിയോ? ഹോട്ടലിലേക്ക് കയറ്റു വേഗം.
എന്താ എന്തു പറ്റി? അപ്പു മോളെ, സാറിന് അറിയാവുന്ന കുട്ടിയാണോ? അതെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാ. ഓ, എന്നാ വരവായിരുന്നു സാറേ, ഒരു ഏച്ചും വെച്ചില്ലാതെ വരവായിരുന്നു. ഞാൻ ചവിട്ടിയിലേയും കാണായിരുന്നു. അപ്പു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാരമില്ല അങ്കിൾ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സാർ, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞങ്ങൾ കണ്ടതാ. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. ബുള്ളറ്റ് എടുത്ത് ആ സൈഡിലേക്ക് ഒന്ന് വെച്ചേരും. ശരി സാർ. വാ മോളെ. ആ, ഇതാ സാർ. താങ്ക് യു. ഇറങ്ങപ്പോ. ആ, അയ്യോ, എന്തു പറ്റി അപ്പു? ചർച്ച് റോഡിൽ വെച്ച് അപ്പുവിന്റെ ബുള്ളറ്റ് ഒന്ന് സ്കിഡായി. അപ്പു റോങ് സൈഡിലായിരുന്നു. എതിരെ വന്ന വണ്ടിക്കാരൻ വെട്ടിച്ചൊഴിച്ചതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്താ അപ്പു ഇത്? സൂക്ഷിച്ചു പോകണമെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഇല്ലമ്മേ, സാരില്ല. പേടിക്കണ്ട, അത്ര കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല. റിസ്റ്റ് ബോൺ ഒന്ന് സ്ലിപ്പായി. എക്സ്റേയിൽ വേറെ കുഴപ്പമൊന്നും കണ്ടില്ല. 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ദേ, എക്സ്റേ മെഡിസിനും ഒക്കെ ഇതിനകത്തുണ്ട്. ആ, ദാ അപ്പുവിൻ്റെ ബുള്ളറ്റിൻ്റെ കീ. ചർച്ച് റോഡിലെ ATM കൗണ്ടറിൻ്റെ ഫ്രണ്ടിലുണ്ട് വണ്ടി. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ആരെങ്കിലും വിട്ട് വണ്ടി എടുപ്പിച്ചാൽ മതി. എന്തായാലും മുരളി ആ സമയത്ത് അവിടെ ഉണ്ടായത് ഭാഗ്യമായി. 2 ദിവസം നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പു, അതുപോലെ ചെയ്യണം കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മുരളി, ഒരു മിനിറ്റ്. താങ്ക്സ്. വഴിയിൽ കിടന്ന് കിട്ടിയ സാധനത്തിന് ഉടമസ്ഥന്റെ വീട്ടിലെത്തിക്കാൻ കാണിച്ച വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ, ഞാൻ പറഞ്ഞതിൽ തെറ്റുവല്ലോ ഉണ്ടോ? മുരളിയെ സംബന്ധിച്ച് അപ്പൊ ഒരു സാധനമാണല്ലോ. അങ്ങനെയല്ലേ മുരളി എന്ന് അവളെ കുറിച്ച് പറഞ്ഞത്? എനിക്ക് ഓർമ്മപ്പശുക്കൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? സാധനം എന്ന് തന്നെയല്ലേ മുരളി എന്ന് എന്റെ മോളെ അഡ്രസ് ചെയ്ത് അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വേണമല്ലോ ഞാനും പറയേണ്ടത്. ഏതായാലും എന്റെ മോൾക്ക് ആക്സിഡന്റ് ഉണ്ടായ കൃത്യസമയത്ത് തന്നെ അവിടെ എത്താൻ മുരളിക്ക് കഴിഞ്ഞല്ലോ. സന്തോഷം. VP എന്താ ഒരുമാതിരി മുള്ളുമനെ വെച്ച് സംസാരിക്കുന്നേ? VPയുടെ പറച്ചിൽ കേട്ടാത്തൊന്നും അപ്പുവിന് ആക്സിഡന്റ് ഉണ്ടായത് ഞാൻ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന്. അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദേ VP, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അങ്ങ് ജയിക്കാൻ നോക്കരുതേ. കാര്യം നമ്മൾ തമ്മിൽ വഴക്കും ശത്രുതയൊക്കെ ആയിരിക്കും എന്ന് വെച്ച് അപ്പുവിനൊരു അപകടം പറ്റിയെന്ന് കണ്ടപ്പോൾ അത് കാണാത്ത മട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഓടിച്ചെന്ന് രക്ഷിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ. അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ VPയുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി. സോറി, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. നോക്കു മുരളി, ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ ചത്തു എന്നറിഞ്ഞാൽ പോലും നിങ്ങളെപ്പോലുള്ളവരൊന്നും വരരുത്. എന്ത് പറ്റിയതാണെന്ന് പോലും വന്ന് അന്വേഷിക്കരുത്. ഞങ്ങളെപ്പോലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ള VIP-കൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കി കളയരുത്. VP, എന്തൊക്കെയായി പറയുന്നേ? ഒന്ന് മതിയാക്കുന്നുണ്ടോ? താനെന്താ ഇവിടെ നിൽക്കുന്നത്? ഈ സാധനത്തെ കൊണ്ടുപോയി റൂമിലെങ്ങാനും കിടത്ത് ചെല്ല്. അപ്പു, എന്നാ മുരളി ചെന്നാട്ടെ. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി അല്ല 1000 വട്ടം താങ്ക്സ്. ഇനി ഇതുപോലെ സഹായിച്ച് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞങ്ങൾക്കതിനുള്ള അർഹതയില്ല, അതുകൊണ്ടാണ്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.